പ്രാണവിദ്യയിൽ നിന്നും പഠിച്ച 11 ചക്രങ്ങളെക്കുറിച്ചൊന്ന് പറയാം. ക്രൗൺ ചക്ര, ഫോർഹെഡ് ചക്ര, അജന ചക്ര, ത്രോട്ട് ചക്ര, ഹാർട്ട് ചക്ര, സോളാർ പ്ലെക്സസ് ചക്ര, നേവൽ ചക്ര, സ്പ്ലീൻ ചക്ര, സെക്സ് ചക്ര, ബേസിക് ചക്ര ആൻഡ് മെങ്മെയിൻ ചക്ര. ഇതിൽ കൃഷ്ണനുമായിട്ട് നമുക്കൊന്ന് ബന്ധപ്പെടുത്തി MSKSൻ്റെ കാഴ്ചപ്പാടിലൊന്ന് നോക്കാം. ഒരു ശരീരത്തിലെ പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രങ്ങളായ 11 ചക്രകളുടെ വൈശിഷ്ട്യങ്ങൾ എന്താണെന്ന് നോക്കാം. കൃഷ്ണന് 10 ആൺകുട്ടികളും ഒരു പെൺകുഞ്ഞും മാണ് സങ്കല്പം. ആൺകുട്ടികളിൽ പ്രദ്യുമ്ന, ചാരുകേശ, സുധീഷ്ണ, ചാരുദേഹ, സഞ്ചാരു, ചാരുഗുപ്ത, ഭദ്രാചാര്യ, വിചാരു ആൻഡ് ചാരു, ഈ 10 പുത്രന്മാർ. അവർ ഈ ചക്രകളെ പ്രതിനിധാനം ചെയ്യുന്നു. 10 ചക്രകൾ ഔട്ട്വേർഡായി, എക്സ്പ്രസീവായി, ഡൈനാമിക്കായി പ്രവർത്തിക്കുന്നു. ഒരു പുത്രിയാണുള്ളത്, ചാരുമതി. ചാരുമതി ഉറങ്ങിക്കിടക്കുന്ന സുന്ദരിയായ പ്രിൻസസ്സായിട്ട് കണക്കാക്കപ്പെടുന്നു. അത് ബേസിക് ചക്ര. അതിനെ ഉണർത്തിയാലോ വളരെ അത്ഭുതകരമായ പ്രകാശത്തിലേക്ക് നാം എത്തിച്ചേരുന്നു. നമ്മുടെ സ്പിരിച്വൽ സാധനങ്ങളൊക്കെ മൂലാധാരത്തിൽ ഉറങ്ങിക്കിടക്കുന്ന ആ സുന്ദരിയെ ഉണർത്തുന്നതിലാണ് പ്രധാനമായും നിൽക്കുന്നത്. കുണ്ടലിനി ശക്തിയെക്കുറിച്ച് പറയുമ്പോൾ അതൊരു സ്ലീപ്പിംഗ് പ്രിൻസസ്സായിട്ട് നമുക്ക് സങ്കല്പിക്കാം. യൂറോപ്യൻ രാജ്യങ്ങളിൽ ഒരു കഥ തന്നെ നിലനിൽക്കുന്നുണ്ട്. മുകളിൽ നിന്നും ഒരു യൂണിക്കോണിൻ്റെ പുറത്ത് രാജകുമാരൻ താഴേക്ക് ഇറങ്ങി വന്ന്, ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ഉറങ്ങിക്കിടക്കുന്ന സുന്ദരിയായ കുണ്ടലിനിയെ ഉമ്മ വയ്ക്കുന്ന ഒരു സങ്കല്പമുണ്ട്. ഉമ്മ വയ്ക്കുമ്പോൾ സുന്ദരി ഉണർന്നെഴുന്നേൽക്കുന്നു. ഉണർന്നപ്പോൾ അവിടെ പ്രകാശപൂരിതമാകുന്നു. ഈ രാജകുമാരൻ സ്പിരിച്വൽ എനർജിയായിട്ടും രാജകുമാരനെ സ്പിരിച്വൽ എനർജിയായിട്ടും കോട്ടയെ സ്റ്റെമ്മായിട്ട്, സ്പൈനായിട്ടും ഉമ്മ വയ്ക്കുന്നതിനെ അവേക്കണിങ്, ഉണർത്തുന്ന ആ ഉമ്മ വയ്ക്കുന്നതോടുകൂടി രാജകുമാരി ഉണരുകയാണ്, അവേക്കൺ ചെയ്യുകയാണ്. മാത്രമല്ല കല്യാണം കഴിക്കുന്നുണ്ട്. കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞാൽ ഇല്യൂമിനേഷനാണ്, ഇല്യൂമിനേറ്റഡാണ്, സെൽഫ് റിയലൈസേഷൻ ഉണ്ടാവാണ്. ഈ ഉന്നതമായ തലങ്ങളിൽ നിന്നും ഡിവൈൻ എനർജി കടന്ന് സ്പൈനിൽ കൂടെ, കോട്ടയിൽ കൂടെ കടന്ന് മൂലാധാരത്തിൽ വന്ന് സുന്ദരിയായ രാജകുമാരിയെ ഉമ്മ വെച്ചുണർത്തി വിവാഹം കഴിക്കുന്നു. സ്പിരിച്വൽ എനർജി കടന്നു വന്ന് സുന്ദരിയായ രാജകുമാരിയെ ഉണർത്തുമ്പോൾ പ്രകാശപൂരിതമാകുന്നു. അതായത് കുണ്ടലിനി അവേക്കൻഡ് ആവുന്നു, അപാരമായ വെളിച്ചത്തിന് സാധ്യമാകുന്നു, വിസ്ഡത്തിലേക്ക് പ്രവേശിക്കുന്നു. ഇതാണ് ഒരു മനുഷ്യൻ്റെ പ്രകൃതത്തിൽ ക്രൗൺ ചക്രയിൽ കൂടെ, സ്റ്റെമ്മിൽ കൂടെ, സെൻട്രൽ മെറിഡിയനിൽ കൂടെ, ചക്രകളിൽ കൂടെ ശക്തി കടന്നു വന്ന് മൂലാധാരത്തിലുള്ള ശക്തിയായ സുന്ദരിയായ രാജകുമാരിയെ ഉമ്മ വെച്ചുണർത്തി അതിനെ മുകളിലേക്ക് ലിഫ്റ്റ് ചെയ്യുന്നു. കുണ്ടലിനി അവേക്കൻഡ് ആവുന്നു. ഇത് കൃഷ്ണൻ്റെ 10 മക്കളായിട്ടും ആൺമക്കളായിട്ടും ഒന്ന് ബേസിക് ചക്രയിൽ ഉറങ്ങിക്കിടക്കുന്ന സുന്ദരിയായ പ്രിൻസസ്സുമായിട്ടും സങ്കല്പത്തിൽ സിംബിളൈസ് ചെയ്ത് നമുക്ക് നോക്കാം.
ഇതൊരു ഹിസ്റ്റോറിക്കൽ ഫാക്ടർ ജീനിയോളജി അല്ല, മറിച്ച് MSCKSൻ്റെ ചിന്തകളിൽ ഉരുത്തിരിഞ്ഞ ചില കാര്യങ്ങളാണ്. ഈ 10 പുത്രന്മാരും ഒരു പുത്രിയും 10 ചക്രങ്ങളെയും 10 തരത്തിലുള്ള വികാര പ്രകടനങ്ങളുള്ള 10 ചക്രകളെയും 10 സ്വഭാവ വൈശിഷ്ടങ്ങളുള്ള 10 ചക്രകളെയും ഒരു പുത്രി ഉറങ്ങിക്കിടക്കുന്ന അതിനെ ഉണർത്തിയാൽ അത് വളരെ മഹനീയമായ തലത്തിലേക്ക് എല്ലാ അർത്ഥത്തിലും മനുഷ്യന് ഒരു പുരോഗതി ഉണ്ടാക്കുന്ന, സാമ്പത്തികമായും ശാരീരികമായും അറിവിൻ്റെ തലങ്ങളിലേക്കും ആ ശക്തി ഉണരുന്നത് കൊണ്ട് അതിനെ ഏറ്റവും പ്രധാനപ്പെട്ട മനോഹരമായ പ്രോജ്വലിക്കുന്ന ഒരു ശക്തി സ്വരൂപിണിയായിട്ടും മൂലാധാരത്തെ നമുക്ക് കാണാം. അതിൽ ഉറങ്ങിക്കിടക്കുന്ന കുണ്ടലിനിയെ നമുക്ക് കാണാം. കൃഷ്ണന് 10 പുത്രന്മാരും ഒരു പുത്രിയും. ക്രൗൺ ചക്രയ്ക്ക് ഡിവൈൻ എൻട്രിയെ സ്വീകരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ധർമ്മം. ക്രൗൺ ചക്ര ഡിവൈൻ എനർജിയെ സ്വീകരിക്കുന്നു. ഫോർഹെഡ് ചക്ര ഇൻഡ്യൂഷൻ, ഇൻഡ്യൂറ്റീവ് ഇൻ്റലിജൻസ്, അന്തർജ്ഞാനം ഉണ്ടാക്കാൻ സഹായിക്കുന്നു. ആജ്ഞാചക്ര പ്രിൻസിപ്പിൾസ് ആൻഡ് പോളിസീസ് ഉണ്ടാക്കുന്നു. ചിട്ടയായ വിൽ ആസ്പെക്റ്റ് ഉണ്ടാക്കുന്നു. ത്രോട്ട് ചക്ര ഹയർ ക്രിയേറ്റീവ് പവർ നമുക്ക് തരുന്നു. ഹാർട്ട് ചക്ര സ്നേഹകാരുണ്യങ്ങളുടെയും കരുണയുടെയും സ്ഥലമായിരിക്കുന്നു. ഫൊർഗീവ്നെസ്സിൻ്റെയും സ്ഥലമായിരിക്കുന്നു. സോളാർ പ്ലെക്സസ് ചക്ര ലോവർ ഇമോഷൻ പോസിറ്റീവായി ധൈര്യം, ഡിസയർ, സ്വയം എന്തും നേടണം, സ്വന്തമായി നേടണമെന്നുള്ള ആഗ്രഹം ജനിപ്പിക്കുന്നതും. കറേജ്, എക്സ്പ്രസീവ്നെസ് എല്ലാം തരുന്നതാണ് സോളാർ പ്ലെക്സസ്. അതുപോലെ തന്നെ ഭയം, അതിലെ ലോവർ നേച്ചറിൽ നെഗറ്റീവ് ഇമോഷൻസും അടങ്ങിയിരിക്കുന്നു. ഭയം, പേടി, അസ്വസ്ഥത, ദേഷ്യം, വെറുപ്പ്, വിദ്വേഷം പോലെയുള്ള ഗുണങ്ങളുടെ സമന്വയമാണ് സോളാർ പ്ലെക്സസ്. നേവൽ ചക്ര ദ എക്സിസ്റ്റൻസ് ആണ്. അറിവ്, ഭൂമിയിൽ നിലനിന്ന് ഏറ്റവും മികച്ചതായിട്ടുള്ള ഒരാളായി നിലനിന്ന് മുന്നോട്ട് ഈ ജീവനെ കൊണ്ടുപോകുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. ഈ ആത്മാവിനെ ഏറ്റവും ഉന്നതിയിലേക്ക് എത്തിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു നേവൽ ചക്ര. സെക്സ് ചക്ര അടുത്തടുത്ത തലമുറകൾക്ക് വേണ്ട ശക്തി സ്വരൂപമായി മാറുന്നു. ബേസിക് ചക്ര ഉണർത്തിയാൽ അത് ആക്ടിവേറ്റഡ് ആണെങ്കിൽ അതിലുറങ്ങിക്കിടക്കുന്ന കുണ്ടലിനി ശക്തിയെ ഉണർത്തിയാൽ വിസ്ഡത്തിലേക്ക്, ആനന്ദത്തിലേക്ക്, പരമാനന്ദത്തിലേക്ക്, പ്രകാശത്തിലേക്ക്, ഇല്യൂമിനേറ്റഡായി മാറുന്നു. മെങ്മേൻ ചക്ര എല്ലാ ഭാഗങ്ങളിലേക്കും ഊർജതന്തുക്കളെ, ഊർജവിശേഷങ്ങളെ, ശരീരത്തിനാവശ്യമായ ഊർജത്തെ മൂലാധാരത്തിൽ നിന്നും, ഭൂമിയിൽ നിന്നും മൂലാധാരം സ്വീകരിച്ചെടുക്കുന്ന ഊർജങ്ങളെ ശരീരത്തിൻ്റെ ഓരോ കോശങ്ങളിലേക്കും ഓരോ ഓർഗനുകളിലേക്കും എല്ലാ ഭാഗങ്ങളിലേക്കും എത്തിക്കുന്നു. നമ്മുടെ മസ്കുലർ സിസ്റ്റവും സ്കെലറ്റൽ സിസ്റ്റവും പ്രൊഡക്ഷൻ ഓഫ് ബ്ലഡിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് ബേസിക് ചക്രയാണ്. നമുക്ക് സർവ്വ ആയുരാരോഗ്യ സൗഖ്യം തന്ന് ഭൂമിയിൽ ഏറ്റവും മികച്ച ഒരാളായി, ഏറ്റവും ഉയർന്ന തലത്തിൽ സമ്പന്നനായി, സമൃദ്ധിയുള്ളവനായി, സന്തോഷമുള്ളവനായി, ഏറ്റവും ഉയർന്ന തലത്തിലുള്ള മാനസിക മെൻ്റൽ സ്റ്റേറ്റുള്ള, ബുദ്ധികൂർമ്മതയുള്ള ഒരാളായി തീരുന്നതിന് മൂലാധാര ചക്രത്തിൻ്റെ ശക്തിവിശേഷം, അവിടെ ഉറങ്ങിക്കിടക്കുന്ന രാജകുമാരിയുടെ ഉണർച്ച, സ്പിരിച്വൽ എനർജി കടന്നു വന്ന് അവളെ വേളി കഴിക്കുമ്പോൾ, അവളെ ഉമ്മ വെച്ച് ഉണർത്തി വേളി കഴിക്കുമ്പോൾ
പ്രകാശം നിറയുന്ന സങ്കല്പം തന്നെയാണ്